റീസ്റ്റാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്വാഗതം. ഇങ്ങോട്ട് വന്നിട്ട് പറയും സ്വാഗതം. ഇവിടെ വാ, ഇവിടെ വാ. അയ്യോ ഓക്ക് പണിയുണ്ടോ? ഓക്ക് വരാൻ പറ്റില്ല, ഭയങ്കര ബിസിയാ. വാടി കുഞ്ഞു. അവിടെ ബക്കറ്റിന്റെ മുകളില് നല്ലോണം ആട്ടപ്പൊടിയിലെ കൊണ്ടായി വെച്ചിട്ട് കുഴക്കാണ് കേട്ടോ. ഇതുണ്ടോ പെയിന്റിന്റെ ബക്കറ്റ് എടുത്തിട്ട് അതിന്റെ എന്റെ ഫോണ് കുത്തിപ്പൊട്ടിച്ച് അടിക്കും ഞാനേ. ഇങ്ങനത്തെ വേണ്ടാത്ത പണി എടുത്ത് വെച്ചാലേ പൊയ്ക്കൊപ്പം ഞാൻ തരാം ഞാനേ. രാവിലെ തന്നെ ഞാൻ കുഴച്ച ആട്ടപ്പൊടിൻ്റെ അകത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ എട്ടിന്റെ പണി ഉണ്ടാക്കി വെക്കണ്ടേ. രാവിലെ തന്നെ റീഫില്ലർ എടുത്തോണ്ടെന്ന് അതിന്റെ നിബൂരി ഫുൾ മഷിയാക്കി വെച്ച്. ഇപ്പൊ രണ്ടാമത്തതാ ആട്ടപ്പൊടിയുടെ പരിപാടിയാ. ഇങ്ങോട്ട് വാങ്ങി, അങ്ങോട്ട് വാങ്ങി എനിക്ക് തരുന്നില്ലേ. രാവിലെ അണീറ്റാ തുടങ്ങും ടൈപ്പണ്ട് കുരുത്തക്കട. എല്ലായിടത്തും ഇങ്ങനെയാണോന്നൊന്ന് പറയണേ. കുരുത്തക്കട എന്ന് പറഞ്ഞാ എന്തോ ഒരു കുരുത്തക്കടാന്നറിയാ. തരില്ല തരില്ല തരില്ല. വിട് 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 വിട്. അവിടെ ബളബളെ ആക്കി വെക്കാനല്ലേ. ഇല്ല കുറച്ചും തരില്ല, കൂടുതലും തരില്ല. തരില്ല തരില്ല. അടിച്ചാ ഞാൻ അടിക്കുവാ. അതാ ഫോണിൽ എല്ലാരും കാണുന്നുണ്ട് ഇതിന്റെ കുരുത്തക്കട്. തുള്ളി തരാം. ഇനി വരരുതേ, പോയിക്കോ. ഇനി വന്നാൽ ശരിയാക്കി. അവിടെ പാന് ചൂടാവുന്നുണ്ട്. നേരം എൻ്റെ അമ്മ അവിടെ പോയി. അയ്യോ ചപ്പാത്തിയാണ് കേട്ടോ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നലെ അരി വെള്ളത്തിലിടാൻ മറന്നുപോയി. അതാണ് ഒന്നാമത്തെ മറവിയാണ് എല്ലാത്തിനും പ്രശ്നക്കാരൻ. അന്നേരം അരി വെള്ളത്തിലിട്ടിട്ടില്ല. അന്നേരം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ചപ്പാത്തിക്ക് കറി ഇനി സാമ്പാർ വെക്കണം കേട്ടോ. സാമ്പാർ കഷ്ണം കൊണ്ടച്ചുണ്ട്, സാമ്പാർ വെച്ചിട്ടില്ല. അതിനകത്ത് കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് ഞങ്ങൾക്ക് രാവിലെ ചപ്പാത്തിക്കുള്ളത്. അര ചപ്പാത്തിയും മീൻകറിയും രാവിലെ നമ്മളങ്ങ് കഴിക്കാൻ വിചാരിച്ചു. ശ്യാമേട്ടൻ രാവിലെ പണിക്ക് പോയി കേട്ടോ. ഒരുത്തി ഇവിടെ എണീറ്റിട്ടില്ല, ഒരുത്തി അവിടെ കിടക്കുകയാണ്. കുഞ്ഞുനി തരില്ല, കുഞ്ഞുനി തരില്ല. കുഞ്ഞു ആദ്യം അവിടെ വൃത്തിയാക്കി പോയിട്ട് അവിടെ പോയി വൃത്തിയാക്കി. ഇനി തരില്ല, തരൂല തരൂല. നീ ആദ്യം അവിടെ വൃത്തിയാക്ക്. വൃത്തിയാക്കിട്ട് എന്തിനാ നടത്ത വൃത്തികേടാക്കാനോ? നീ വൃത്തിയാക്കിക്കോ, നിന്നെ കൊണ്ട് ജനി. നീ വൃത്തിയാക്കൂല. നിന്നെ ഞാനുണ്ടല്ലോ കുഞ്ഞോ, നീ നിന്റെ സാധനം എടുത്ത് കളിക്ക് പോയ. നിന്റെ ഐസ്ക്രീമിന്റെ സാധനം പോ. ഈ കുട്ടി പറഞ്ഞാ കേക്കൂലാട്ടാ. നിനക്ക് തന്നല്ലോ ആദ്യം, അതുകൊണ്ട് നീ കളിച്ചോ. നിന്നോട് വെള്ളത്തിടാൻ ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാം കൂടെ കൊണ്ടുവരാണ് ചപ്പിളിക്കട്ടാക്കി വെച്ചിട്ട്. ഇനി ചോദിക്കണ്ട, പോയിക്കോ. നീ പോയിട്ട് തുണി എടുത്ത് തുടച്ച് വൃത്തിയാക്കിക്കോട്ടാ. പോയി നേരെ ഒരു കാര്യം പറയാം. ഓണാണോ കുഞ്ഞു സാർ? ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അതായത് നമ്മള് ലൈവ് ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മള് ലൈവ് ഉണ്ടാകത്തില്ല കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ലൈവ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു കമ്മ്യൂണിറ്റി ഇടണമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു മടി എന്തൊക്കെയാ പറ്റി അങ്ങനെ പോയി കിട്ടില്ല. കാരണം ഇനി നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ലൈവ് ഇല്ല. ലൈവ് കുറച്ച് ദിവസത്തേക്കൊന്ന് നിർത്തി വെച്ചു കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് പിന്നെ നമ്മൾ ലൈവ് ഇടുമ്പോൾ നല്ല രീതിയിലായിരുന്നു നമ്മളെ ലൈവ് പോയിക്കൊണ്ടിരുന്നത്. ഒരു കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന ലൈവായിരുന്നു. പിന്നെ ഓരോരുത്തന്മാർ വല്ലാതെ ചൊറിയാൻ തുടങ്ങി. നമ്മൾ നല്ലവരാന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ തുടങ്ങി. ഒരുപാട് ബാഡ് കമൻറ്റുകൾ വല്ലാണ്ട് ലൈവിൽ വരുന്നുണ്ട് കേട്ടോ. വല്ലാണ്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഫേസ് ലൈവ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇത്രയും നാൾ ഞാൻ ഫേസ് ലൈവ് ചെയ്തിട്ടും വരാതിരുന്ന രീതിയിലാണ് ഓരോരോ വർത്തമാനങ്ങൾ പറയുന്നത്. തെറിയായിട്ടല്ല പറയുന്നത്, തെറിയിനെക്കാട്ടിലും ചീത്ത രീതിയിലുള്ള വർത്തമാനങ്ങളാണ് കൂടുതലായിട്ട് കേൾക്കുന്നത് കേട്ടോ. അന്നേരം ഞാൻ വിചാരിച്ചു ലൈവ് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് കളയാന്ന്. അന്നേരം പറ്റ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് നാളത്തേക്ക് ഇനി ലൈവ് കുറച്ച് ദിവസത്തേക്ക് ലൈവ് ഇടുകയാണെങ്കിൽ തന്നെ ഞാൻ ഫേസ് ലൈവ് എന്തായാലും പാടെ ഒഴിവാക്കുകയാണ്. ഫേസ് ലൈവ് ഇനി ചെയ്യുന്നില്ല.
ഫേസ് ലൈവ് ചെയ്യുമ്പോൾ. കാരണം ഈ പറയുന്ന ആൾക്കാർ ചിന്തിക്കുന്നില്ല നമ്മൾ മനുഷ്യന്മാരാണ്, ഇത് കേൾക്കുന്നത് മനുഷ്യന്മാരാണ് കേൾക്കണെന്നുള്ളത് പറയുന്നവർക്ക് ബോധമില്ല. അന്നേരം പിന്നെ നമ്മൾ ചെയ്യുന്നവരും കൂടെ അങ്ങനെ നമ്മൾ ആരെയും പേടിച്ചിട്ടൊന്നല്ല കേട്ടോ, ആരെയും ബാഡ് കമന്റ് പറയുന്ന ആൾക്കാരെയൊന്നും പേടിച്ചിട്ടല്ല നമ്മൾ ലൈവ് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അത് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ തീരെ ലൈവ്, കുറച്ച് ദിവസത്തേക്ക് ലൈവ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് ഇടും, പക്ഷെ ഫേസ് ലൈവ് ഉണ്ടാവില്ല. ഫേസ് ലൈവ് നിർത്തിയിട്ട് നമ്മൾ ഗ്രീൻ സ്ക്രീനോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ലൈവ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. മുത്തുമണിക്ക് അടി കിട്ടൂട്ടാ. നേരെ ലൈവ് ടൈമിന് ഞാനിനി വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ആ സമയത്ത് ഞാൻ കഴിയുന്നതും വീഡിയോസുകൾ ഇനി കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യാനാണ് വിചാരിക്കണം. അന്നേരം വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ലോങ് വീഡിയോസ് 2 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് 2 എന്തായാലും ഇടുന്നില്ല. ഒരു വീഡിയോസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പരമാവധി ഇടാൻ നോക്കണം. അന്നേരം വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ പറയാം കേട്ടോ. അതായത് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കട്ടെ. കുഞ്ഞാപ്പുക്കുട്ടിക്കുള്ള ചപ്പാത്തി ഇതവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആളിത് അവിടെ ഇരുന്ന് കളിയാണ് കേട്ടോ. ആള് ചായ ഒന്നും കുടിക്കണില്ല. ചായ കുടിക്കുന്നില്ല, ചായ കുടിക്കുന്നില്ല, കളിക്കേ. ഇത് നീ തിന്നരുതേ ഗുളിക, വാവക്ക കൊടുക്കാൻ പാടോ തിന്നണ്ടാട്ടാ. അതുകൊണ്ട് ഇവിടെ കാണിച്ചു വെച്ച ഒരു പരിപാടി കണ്ടില്ല. ഇത് എന്തെന്നാ കുഞ്ഞച്ചത്? പൊന്നൂസ് ഇതാ അടിച്ചു വാരുകയാണ്. ക്ലിയർ ഇല്ല, ഫോൺ അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ പൊന്നൂസ് അടിച്ചു വരുന്നതാണ് കേട്ടോ. പൊന്നൂസിന് എടുക്കുമ്പോ എപ്പോഴും ക്ലിയർ ഉണ്ടാവില്ല. അതെന്താ അങ്ങനെ എനിക്കറിയില്ല. ചക്കര ഇതാ ഇവിടെ കുത്തിയിരിക്കുന്നുണ്ട്. ചക്കര ചായ കുടിക്കുന്നില്ലേ? നമ്മളെ വാവേനെ ഇരുത്തി കൊടുക്കാൻ പറ്റും. ഇവിടെ കണ്ടോ, രാവിലെ തന്നെ ഒരു പേന എടുത്തിട്ട് കണ്ടോ, മഷി കണ്ടോ താഴാക്കി വെച്ചിന്. പേനേന്റെ ഇത് ഊരിയിട്ട് ഇതാരത് കാണിച്ചു വെച്ച ഇവിടെ? ആരാ കാണിച്ചേ? ഇതാരാ കാണിച്ചേ? ഓളെ കാണിച്ചേ, ഞാനാ കാണിച്ചേ. കിട്ടണടി, കിട്ടണടി. ഹായ് പറ, ഹായ് പറ, ഒരു ഹായ് പറ, ഒരു ഹായ് പറയേ. നീ പാവം തന്നെ, ഒരു ഹായ് പറയേ. എന്തെല്ലാം വെച്ചത് വിശേഷം? എന്തെല്ലാം വിശേഷം ചോദിക്കേ. ബാവക്ക് മരുന്ന് കൊടുക്കും. ആഗ്യ ഭാഷയാ, വർത്താനം പറയില്ല. അതൊക്കെ പനിയാ. ഒരു പാട്ട് പാടേ, ഒരു പാട്ട് പാടിന്. അമ്മ പാട്ട് പാതി പാടാ. അത് ഞങ്ങള് പിന്നെ വീഡിയോസ് എടുക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞാപ്പൂറ്റി പാട്ട് അല്ലേ കുഞ്ഞപ്പോ? അത് മതി, ഒന്ന് കൊടുക്കുക. അരെ ഞാൻ പോയിട്ടേ അലക്കട്ടെട്ടോ, കൊറേ അലക്കാനുണ്ട്. മര്യാദക്ക് അവിടെ കട്ട് ചെയ്താൽ ഞാൻ പൊന്നൂസിൻ്റെ അലക്കാൻ കുറേ ഉണ്ട് കേട്ടോ. അലക്കാൻ പോട്ടെ. വെയിൽ കണ്ടതോ എറിച്ച് വരുന്നുണ്ട്. രാവിലെ നല്ല മഞ്ഞായിരുന്നു. ആ മഞ്ഞ് പോലെ തന്നെ ഇത് 9:30 മണിയാകുന്നേ ഉള്ളൂ സമയം. അന്നേരത്തേക്കും നല്ല മുട്ട വെയിൽ വരുന്നുണ്ട് കേട്ടോ. ഒരാൾ ചെരുപ്പൊക്കെ എവിടെ ഇട്ടിട്ട് വന്ന് നോക്കും. ഇത് ഓടി വരുന്ന വരുത്ത് ഇട്ടിട്ട് വന്നാൽ ഒരു ചെരുപ്പ് ബേക്കിലും ഒരു ചെരുപ്പ് മുന്നിലും ഒക്കെ ഓടി വരുന്ന വരുത്ത് ഇട്ടിട്ട് വന്നത് ഒരാൾ. ചെരുപ്പ് അടി കൂടിയിട്ട് വന്നതായിരിക്കും. അന്നേരം ഞാൻ പോയിട്ട് അലക്കിയിട്ട് വരട്ടെ. മുഖല്ലൂടെ പിടിക്കും കായ്ക്കില്ലടി. ചെറിയ തുണി അനക്കേ, ചെറിയ തുണി ഉണ്ടോ? എന്തുണ്ടാ നമുക്ക്? ആണ്ട കുട്ടി നടന്നോ, അമ്മ വരാം. ചക്കു മാറി കൊടുക്ക്, കുട്ടി പോട്ടെ. എന്റെ അമ്മച്ചേ
അന്നേരം ഇവിടെ മാത്രം കുറച്ച് ഭാഗം വോയിസ് ഇല്ല കേട്ടോ. അന്നേരം എന്തൊക്കെയോ വർത്തമാനങ്ങളാണ് അവിടെ, ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അന്നേരം ഞാൻ അവിടെ ഞാൻ തന്നെ കുറച്ച് നേരം വോയിസ് എൻ്റെ വോയിസ് തന്നെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടാ. അരെ തുണി അറിയിടാൻ ഇപ്പോൾ സമയം ഏകദേശം കുറച്ച് നേരം ഒരു 10-11 മണിയാകാനായി. 10-10:30 ആയിട്ടോ. ചായ കുടിച്ചിട്ടില്ല, ഇനി ഇതുകൂടെ കഴിഞ്ഞിട്ട് വേണം പോയി ചായ കുടിക്കാൻ. അലക്കിയിട്ട് കഴിഞ്ഞ ഒരു സമാധാനമല്ലേ. തലേ ദിവസം ഇപ്പം മഴ മൂടുന്നതുകൊണ്ട് വൈകുന്നേരം പുഴയിലേക്ക് പോക്കില്ല. അതുകൊണ്ടാണ് രാവിലെ ഒരു ബക്കറ്റ് അലക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഇത്ര അലക്കാൻ ഉണ്ടാവില്ല. വൈകുന്നേരം അലക്കുകയാണെങ്കിൽ എന്നും ഞാൻ വൈകുന്നേരം അലക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരം മഴ മൂടൽ, പിന്നെ ഇന്നലെ വിറകിനൊക്കെ പോയില്ല. അതുകൊണ്ടാണ് കേട്ടോ വൈകുന്നേരം അലക്കാൻ പറ്റാത്തത്. വൈകുന്നേരം വിറകിന് പോയി വന്നപ്പോഴത്തേക്കും പിന്നെ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ നേരമായി. അന്നേരം പിന്നെ വൈകുന്നേരം അലക്കിയില്ല, രാവിലത്തേക്ക് വെച്ചിട്ട്. കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് രാവിലെ എത്ര പതുക്കെ എടുത്താലും കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലത്തെ പണികളൊക്കെ നേരം വൈകണത്. വീഡിയോസ് എല്ലാവരും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈവില്ല എന്ന് കരുതിയിട്ട് ആരും വീഡിയോസൊന്നും കാണാതിരിക്കരുത്. ലൈവിൽ വരുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോസും കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും കാണുന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അന്നേരം ബാക്കി ഞാൻ വോയിസ് ഉണ്ട് കേട്ടോ. ഇവിടെ രണ്ടെണ്ണത്തുങ്ങൾ കണ്ടോ, അവർ സ്ഥിരം പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടാ പുഴയിൽ രണ്ടറകൾ എന്താ കാണിക്കുന്നുണ്ടോ, വലിയൊരു കവറ് എടുത്ത് പോയിട്ട് എന്താ പിടിക്കുന്നത്, മീനാ. മീനെ കിട്ടി, മീൻ പിടിക്കാണ് രണ്ടും കൂടെ. സ്ഥിര സ്ഥലത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളെ സ്ഥിര സ്ഥലത്താ, ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് സ്ഥലത്താ. വെയിലത്തിരിക്കല്ല, തണലത്തുവാ. കവറിട്ട് മീൻ പിടിക്കുക. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വലയിട്ട് മീൻ പിടിക്കുന്നതല്ല കണ്ടിട്ടുള്ളൂ, കവറിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാർ. ഇനി ഇവിടെ വേറെ 2 ആൾക്കാരുണ്ട് കേട്ടോ. കഞ്ചിരാ 2 ആൾക്കാർ എവിടെ ഉണ്ട്. ഇതാ നിങ്ങളെന്താ പരിപാടി? എന്താ പരിപാടി? എന്താ കാണിക്കുന്നത് കുഞ്ഞുട്ടാ? എൻ്റെ അമ്മ എൻ്റെ മോള് കയറി താഴെ വീഴുവോ? അച്ഛൻ വന്നാന്ന് പൊട്ടു ചന്തിക്കടി. ഇതെന്താ കയ്യിൽ കുഞ്ഞച്ചു? എത്ര കുട്ടികളുണ്ട്? ഒരു കുട്ടീനെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കുട്ടിയാ? അച്ഛനും അമ്മയാ? അച്ഛനും അമ്മ എവിടെ പോന്നാ? കുട്ടീനെ അച്ഛൻ എവിടെ പോവാ? ടൗണിക്കോ? എന്ത് മേടിക്കാൻ പോവാ? അപ്പം മേടിക്കാൻ പോവാ? എനിക്ക് കൊണ്ട് തരുമോ? എന്തപ്പോ മേടിക്കുക? ആയിക്കോട്ടെട്ടാ, ആയിക്കോട്ടെ. വേണ്ട, ഇവിടെയുള്ള വീടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ. എൻ്റെ ഷാള് മുഴുവൻ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇവിടെ എത്തിയതാ ഫോട്ടോയ്ക്കുള്ള വ്യൂ കണ്ടുപിടിക്കുന്നത്. ഫോട്ടോയ്ക്കുള്ള വ്യൂ തപ്പി നടക്കുന്നുണ്ട് ഒരുത്തി. ഇതിന് പിന്നെ കളിക്കാരും ഇല്ല. രാവിലെ സാമ്പാർ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. രാവിലെ ചപ്പാത്തിയും മീൻകറിയും കഴിച്ചു ഞങ്ങള്. പിന്നെ ചായ കുടിക്കാൻ ഇരുന്നിട്ട് അവിടെ ഫോണിൽ കുത്തി കുറേ നേരം ഇരുന്നു കേട്ടോ. 1-2 ലൈവിലൊക്കെ കയറി കുറച്ചു നേരം കത്തി വെച്ചു. പിന്നെ കുറച്ചു നേരം കഥ പറഞ്ഞു. അങ്ങനെയായി. ഇപ്പൊ സമയം ഏകദേശം 12 മണിയായി കേട്ടോ. അവിടെ സാമ്പാർ കഷ്ണമൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് സാമ്പാർ വെക്കണം. വെറുതെ വെണ്ടക്കയിൽ അവിടെ വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾ എന്താക്കുന്നത് നോക്കാൻ പോയാലോ. എൻ്റെ ചട്ടിയൊക്കെ അങ്ങോട്ട് നല്ല ചൂടായി വന്നു. പൊടിയൊന്നും കരിഞ്ഞു പോകാത്ത ഭാഗ്യം. അപ്പം ഞാൻ സാമ്പാർ പൊടിയല്ല, മല്ലിപ്പൊടിയും മുളക് പൊടിയും ചട്ടിയിലിട്ട് ചൂടാക്കുന്നത് എന്താണെന്നറിയോ? നേരത്തെ തേങ്ങ വറുത്തപ്പോൾ പൊടി ഇടാൻ മറന്നുപോയി. അന്നേരം ഞാൻ എന്താക്കി, ഇനിയിപ്പോൾ കഷ്ണം എന്തായാലും ചട്ടിയിൽ പൊടിക്കണം. അന്നേരം ഞാൻ എന്താക്കി അതിൽ തന്നെ അങ്ങോട്ട് പൊടി ചൂടാക്കിയിട്ട് അതിലേക്ക് സാമ്പാർ കഷ്ണം വേവിച്ച് അങ്ങോട്ട് ഒഴിക്കുക. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കൂലേ, സാമ്പാർ വറുത്തരച്ച് തന്നെ ആയിരിക്കും വെക്കുക. ഞാൻ പിന്നെ ഇതിന്റെ റെസിപ്പീസൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. സാമ്പാറിന്റെ സാമ്പാറിന്റെ റെസിപ്പീസ് അടിയാട്ടാ. മാങ്ങയ്ക്ക് 2 മാങ്ങ അടക്കുണ്ടായിരുന്നു ഇവിടെ, പച്ചമാങ്ങ. അത് ഇന്നലെ മീൻകറിയിൽ ഇട്ടതിന്റെ ബാക്കി. അത് അവിടെ കടന്ന് വാടി പഴുത്തു. ഞാൻ അതിന് വേണ്ടി 2ഉം കൂടെ ഇവിടെ അടി. ഒറ്റ ചീഞ്ഞത് വലിച്ചെറിയുന്നത് കണ്ടപ്പോൾ ഒറ്റ അവിടെ ഓടി വന്നതാണ്. ഇവിടെ എന്തോ തിന്നണ്ടി പറഞ്ഞിട്ട് അതിന് 2ഉം കൂടെ അവിടെ പേര് അടിയത്. കുഞ്ഞൊന്നും അറിഞ്ഞിട്ടില്ല. അത് കളിയിൽ പെട്ടുപോയി. ഞാനേ തേങ്ങ ഒന്ന് വറുത്തിട്ട് ചക്കോ അതിലെ പോയിട്ട് മിക്സിയുടെ സ്വിച്ച് ഒന്ന് റെഡി. തേങ്ങ അരക്കട്ടെ. സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ അരപ്പ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ചത് ഒഴിച്ചിട്ട് ഇനി ഒന്ന് തിളക്കട്ടെ. ഇവിടെ വാടി വന്നിട്ടുണ്ട് നമ്മളെ വെണ്ടക്ക, വഴുതനങ്ങ, തക്കാളി ഇതൊക്കെ കൂടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും സാമ്പാർ വയ്ക്കുമ്പം വെണ്ടക്കയും തക്കാളിയും വഴുതനങ്ങയും വാട്ടാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്രിഡ്ജുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ. ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ ഇത് വാട്ടാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കറി ചീത്തയാവും കേട്ടോ.
അതായത് വാട്ടിയിട്ടിട്ടാണെങ്കിൽ ചീത്തയാലും ഇപ്രാവശ്യത്തെ സാമ്പാർ കഷ്ണത്തിൽ 1/4 കിലോ വെണ്ടക്ക തന്നെയാണ് ഇട്ടിട്ടുള്ളത് എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം വെണ്ടക്ക കുറേ കിടക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഈ പുളി ഒഴിച്ചിട്ടില്ല, പുളി ഒഴിക്കണം. പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വേറെ പാത്രത്തിലാക്കാൻ മടിച്ചിട്ട് മിക്സിന്റെ ജാറിൽ തന്നെയാണ് പുളി ഇട്ടത്. വേറൊരു പാത്രത്തിലും കൂടെ ആക്കി മെനക്കെടാൻ വയ്യാത്തോണ്ട് പാത്രമല്ല തന്നെ കഴുകാനുണ്ട്. പാത്രം കഴുകാനുള്ള എനിക്ക് ഭയങ്കര മടിയാ. ഇതുങ്ങൾക്ക് ഭയങ്കര മടിയാ. ഇതുങ്ങളും പാത്രം കഴുകൂല. ചായ കുടിച്ച പാത്രം വരെ ഞാൻ കഴുകണം. ഇതുങ്ങൾക്ക് പാത്രം കഴുകാൻ ഭയങ്കര മടിയാ. എന്താ ചെയ്യാ, അന്നേരം എനിക്ക് മടിയാവും. നമ്മളെ സാമ്പാർ തിളക്കട്ടെ. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് കറി ആവാൻ നേരത്താണ് ഞാൻ സാമ്പാർ പൊടി ഇടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ സാമ്പാർ പൊടി ഇടൂല. ഉപ്പ് പാകാണെന്നറിയില്ല. ഓ ശരി ശരി. ഓ കൊന്നൂസ് അങ്ങോട്ടോ കൊന്നൂസ് ഓർമ്മിച്ചിട്ട്. ആ എന്തുവാ നിന്റെ തക്കോണി? എനിക്കെന്താ നിനക്കെന്താ നിനക്കെന്തടി കിട്ടടി? ആ ചൂണ്ടിലാ മുറിക്കണേ. രണ്ട് കുറഞ്ഞ സാധനങ്ങളൊന്നല്ല. തണലത്ത് കളിക്കേ. അധിക നേരം വർത്താനം പറഞ്ഞാലേ വായിന്ന് വരുന്നത് കേട്ടോ നാട്ടുകാരോടും. നമുക്ക് ഉപ്പേരിക്ക് ബീട്രൂട്ടാണ് കേട്ടോ. ഒന്ന് നല്ല നേരം വൈകി. ഇപ്പൊ 1 മണിയാവും. ബാങ്ക് കൊടുത്തു. 12:30 ബാങ്ക് വിളിച്ച്. ഇവർക്ക് വട്ടാണേ. അന്നേരം നമ്മളെ സാമ്പാർ ഇതാ നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. അന്നേരം അതിൻ്റെ അകത്തേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു കരിവേപ്പിലേൻ്റെ ചെറിയ അല്ലിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ സാമ്പാർ അടിപൊളി. അന്നേരം ഈ ഉപ്പേരിയും കൂടെ അടുപ്പത്ത് വെക്കണം. ഉപ്പേരി കരിഞ്ഞോണ്ടിരിക്കുവാണ്. അന്നേരം അതും കൂടെ കഴിഞ്ഞ് ഉപ്പേരിയും കൂടെ വെച്ച് ലേശം പപ്പടവും കൂടി വറുത്താൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. കാരണം കറി മൂടി വയ്ക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ 2-3 പപ്പടം കൂടെ അങ്ങോട്ട് വറക്കട്ടെ. പപ്പടം സാമ്പാറും ഉപ്പേരി. അന്നേരം 1 മണി അതാ കൂകുന്നുണ്ട്. മക്കളെ ഉപ്പേരി അടുപ്പത്ത് വെക്കാൻ പോകുന്നുള്ളൂ. ഇന്ന് കണി കണ്ടവരെ തന്നെ നാളെയും ഞാൻ കണി കാണാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ലൈവ് ഇടുന്ന സമയത്താണ് ഈ നേരത്തെ പണിയൊക്കെ തീരും. ഇന്ന് എന്ത് ഉടായിപ്പാണ് എനിക്ക് പറ്റിയത്. എൻ്റെ കറിയാകുന്ന സമയം നോക്ക് 11 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ പണിയും തീരുന്ന ഞാൻ ഇന്ന് അതാ പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ വേഗം പണിയെടുക്കും. നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ ഫ്രീ ആണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അത് നടക്കൂല. അതെല്ലാം കൊണ്ടും അങ്ങനെയാണ് കേട്ടോ. 1 മണിയായി. ഇനി ഉപ്പേരി ആയിട്ട് എപ്പോൾ ചോറിഞ്ഞു? എല്ലാം കൊണ്ട് നടക്കാൻ. അയ്യോ കുറച്ച് പാത്രം കൂടെ ഉണ്ട് കേട്ടോ. ഇതും കൂടെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ താൽക്കാലിക പണി കഴിഞ്ഞിട്ടാ. ഇപ്പം എൻ്റെ കുഞ്ഞാപ്പൂൻ്റെ ഐസ്ക്രീമിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ആള് രാവിലെ ചപ്പാത്തി മാവ് കലക്കിയിട്ട് കൊണ്ടച്ചതാ. നീ ഇതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും വന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പാത്രം കഴുകുന്നതുകൊണ്ടാണ് കേട്ടോ ഇവർക്കൊക്കെ മടി. പൈപ്പിൻ ചോട്ടിലാണെങ്കിൽ ചിലപ്പോൾ കഴുകായിരിക്കും. ഇങ്ങനെ കഴുകുന്നതുകൊണ്ട് രണ്ടിനും മടിക്കാം. പിന്നെ ഈ ചക്കര പിന്നെയും കഴുകും. പൊന്നൂസിനാണ് മടി കൂടുതൽ പാത്രം കഴുകുക. അതിലൊന്നൊക്കെ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതായത് പാത്രം കഴുകലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉപ്പേരിയാവും. അത് പോയി നേരെ ചോറ് പോകണം. വെള്ളത്തിൻ്റെ അകത്തുനിന്ന് ഇതുവരെ 2 ഇങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ. 2 വെള്ളത്തിനുള്ളിൽ കുതിരാൻ തന്നെ കിടക്കുന്നുണ്ട് കണ്ടോ. ഇതുവരെ കയറിയിട്ടില്ല അങ്ങോട്ടൊക്കെ. ഇത്രയും നേരം കവറും കൊണ്ടായിരുന്നു പരിപാടി. ഇപ്പം തുണിയും കൊണ്ടാണ് പരിപാടി. നിങ്ങൾക്ക് പിന്നെ വിശപ്പും ദാഹം ഒന്നുമില്ല കേട്ടോ. വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ പാത്രം കഴുകൽ കഴിഞ്ഞിരിക്കുന്നു. ചോറ് ഞാൻ പോവാണ് കേട്ടോ. നേരെ ചോറൊക്കെ വിളമ്പിച്ചിട്ടുണ്ട്. നമ്മളെ സാമ്പാർ ഒഴിക്കണം. എന്താ സാമ്പാറോ നിന്ന് എന്താ ഇവിടെ കറിയല്ലെന്ന് പോലും ഒരാൾ അറിഞ്ഞിട്ടില്ല. രാവിലെ ഇറങ്ങിയല്ലോ വീട്ടിനുള്ളിൽ നിന്ന്. പിന്നെ എങ്ങനെ അറിയും നീ? കുഞ്ഞു ഒറ്റക്ക് തിന്നണാ? കുറച്ച് വെള്ളം കുടിക്കട്ടെ. പോകുമ്പോ ഒറ്റക്ക് തിന്നണോ ഇനി? അതുകൊണ്ട് ഒറ്റക്ക് തിന്നണോട്ടാ. ഇന്നലെ തിന്ന പോലെ ഒറ്റക്ക് തിന്ന് ശീലാകണം. ഇനി അമ്മ വാരി തന്നാ ശരിയാവൂല. കാരണം കൂടി പോകുമ്പോ മുത്ത ഒറ്റക്കല്ല തിന്നണ്ടേ. അമ്മ വാരി തരാനുണ്ടാവില്ലല്ലോ.
ഉള്ള സമയത്തോളം വാരി കൊടുത്ത് നമ്മള് കഴിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് പുറത്തിരുന്നിട്ടില്ല. സ്കൂളിൽ പോകുമ്പോ കുട്ടി അങ്ങനെ തിന്നും. അപ്പൊ അവക്ക് നമ്മള് വാരി കൊടുത്താൽ നീ വാരി കൊടുക്കാൻ പോകും. അവക്കറിയാം, എന്നാലും അവള് തിന്ന് ശീലിച്ചോട്ടെ. കുട്ടികൾ തന്നെ തിന്ന് ശീലിക്കണമല്ലോ. അവള് തന്നെ തിന്നു. നീ പിന്നെ പറഞ്ഞു കുട്ടീന്റെ ഇതാക്കണോ ചക്കോ? അവൾ തന്നെ തിന്നല്ലോ. അന്നേരം ഉപ്പേരിയുണ്ട്, പപ്പടുണ്ട്, സാമ്പാറുണ്ട്, വെള്ളം ഉണ്ട്, ക്ലാസ് ഉണ്ട്. ഓരോന്നോരോ എടുത്ത് പോരെ വാ. അച്ചാറില്ല. അന്നേരം ഞങ്ങളിതാ ചോറ് തിന്നാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ കൊലയിൽ ഇരുന്നിട്ടാണ് ചോറ് തിന്നെ. കാരണം നല്ല ചൂടാണ്, വീട്ടിനുള്ളിൽ ഇരിക്കാൻ പറ്റില്ല. കുഞ്ഞാപ്പാണ് കേട്ടോ പറഞ്ഞത് കോലായിൽ ഇരുന്ന് തിന്നാന്നുള്ളത്. അതാ ചക്കര ഉപ്പിലിട്ട മാങ്ങ എടുക്കാൻ വേണ്ടി പോയതാ. അതായത് ഞങ്ങളിത് ഇങ്ങനെ വട്ടത്തിൽ ഇതിനൊരു സുഖമാണ് കേട്ടോ. ഇങ്ങനെ കോലായിൽ കാറ്റും കൊണ്ടിരുന്ന് കുഞ്ഞാപ്പിൻ്റെ വായി കൂടെ വെള്ളം വന്നു കേട്ടോ. മാങ്ങേൻ്റെ പറഞ്ഞിട്ട് പൊന്നു അച്ചാറും പാട്ട തോന്നുന്നുണ്ട്. അച്ചാറൊക്കെ തീർത്ത് വരും. അതായത് ഞങ്ങളിനി ചോറിന് നമ്മളെ ചോറ് തീറ്റയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറ് തീറ്റ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണം പിടിച്ച പോലെ ഉണ്ട്. ചോറ് തിന്നപ്പോൾ മയക്കം പിടിച്ചു. എൻ്റെ ചൂട്, എൻ്റെ അമ്മ എന്തൊരു ചൂടത്. അന്നേരം ഞാനേ അപ്പുറത്ത് പട്ടിക്ക് വെച്ച് ചോറ് കൊടുക്കാൻ പോണേ. നമ്മളെ പട്ടിക്കല്ല കേട്ടോ, ചേച്ചീൻ്റെ അവിടുത്തെ പട്ടിക്ക്. അവരവിടെ ഇല്ല. അന്നേരം ഞാൻ അതിന് കുറച്ച് ചോറ് കൊണ്ട് കൊടുത്തിട്ട് വരാം. അന്നേരം പാത്രങ്ങളൊക്കെ എടുത്തോണ്ട് വെച്ച് പൊന്നൂസൂടെ അടിച്ച് പറഞ്ഞേ. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടാ. ഇവിടെ എന്താ അടിച്ചു വരാൻ? നോക്ക് നിറച്ച് പറ്റൂ കറിയുടെ ഉറ്റീന്. ഞാൻ പെറുക്കി കളഞ്ഞില്ല. ഇതാണ് കേട്ടാ നമ്മളെ കക്ഷി ഉണ്ട്. എന്നെ നോക്കിയിട്ട് അവന് ചോറ് കൊടുത്തതിന് പറയാണ്. ആദ്യം വേഗം കുറയ്ക്കും. കാരണം കുറയ്ക്കില്ല. ചോറ് കൊടുത്തോണ്ട് ഒരു നേരം അവന് ചോറ് കൊടുത്തപ്പോഴത്തേക്കും അവൻ നമ്മളോട് ഗംഭീര തിന്നോ തിന്നോ എടുത്തോ എടുത്തോടാ. നമ്മളെ കുഞ്ഞാപ്പുക്കുട്ടി ഒങ്ങാൻ പോനാണ് കേട്ടോ. ഇതാ കുഞ്ഞാപ്പുക്കുട്ടി ഒങ്ങാൻ പോയിക്കാണേ. കുഞ്ഞാപ്പുക്കുട്ടിയുടെ കയ്യിലെന്താ കുഞ്ഞാപ്പ്? വീഡിയോ എടുക്കണ്ടാ? വീഡിയോ എടുക്കണ്ടെന്ന് എന്താ കിടക്കുന്നു തൊട്ടിയില്. ഉറങ്ങാൻ ഭയങ്കര മടിച്ചാണ്. ഞാൻ ഇനി പിടിച്ചെടുത്തി ഉറക്കട്ടെ. ബേഗാണ് കയ്യിലുള്ളത്. ബേഗും പിടിച്ചിട്ടാണ് ഉറങ്ങണത്.